നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് 8 മാസം തികയുമ്പോഴും പുനരധിവാസം അനിശ്ചിതാവസ്ഥയിലാണ്. ടൗൺഷിപ്പിലെ വീടുകളുടെ രൂപകൽപ്പന സംബന്ധിച്ചും നിർമ്മാണ കരാറിലെ ഉപാധികളിലും ദുരന്തബാധിതർക്ക് വിയോജിപ്പുണ്ട്. താൽക്കാലിക ആശ്വാസമായി നൽകിയിരുന്ന 300 രൂപ പ്രതിദിന സഹായം ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ്. ഉയർന്ന വാടക മൂലം വീടുകൾ മാറി മാറി താമസിക്കേണ്ടി വന്നവരും കൂട്ടത്തിലുണ്ട്. ദുരന്തബാധിതരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് പരിശോധിക്കുന്നു. ദുരന്തമോ പുനരധിവാസം? റിപ്പോർട്ടർ ലൈവ് തോണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. VS രഞ്ജിത്ത്, സാനിയോ മനോമി, ദീപക് മലയമ്മ, ദീപക് മോഹൻ, മുബഷിർ പി അക്ബർ എന്നിവരാണ് വിവിധയിടങ്ങളിൽ നിന്ന് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം വൈകുന്ന പുനരധിവാസത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദുരന്തബാധിതരെ കൈവിടുകയാണോ സർക്കാർ? നമുക്കാദ്യം VS രഞ്ജിത്തിലേക്ക് പോകാം. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൽ അതൃപ്തിയുമായി ദുരന്തബാധിത രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണെന്ന് നമുക്കറിയാം. ഭൂമി 10 സെന്റിൽ കുറയരുത്, ടൗൺഷിപ്പിനകത്ത് ഉപജീവനത്തിന് പദ്ധതി വേണം, ദുരന്തഭൂമിയിലെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഉപാധി ഒഴിവാക്കണം, വയനാടിന്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചല്ല വീടിന്റെ രൂപരേഖയെന്നും വീട് വേണ്ടാത്തവർക്ക് നഷ്ടപരിഹാരം 15 ലക്ഷത്തിൽ നിന്ന് ഉയർത്തണം എന്നുമാണ് ദുരന്തബാധിതരുടെ ആവശ്യം. VS രഞ്ജിത്ത്, ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ദുരന്തബാധിതർക്ക് താമസിക്കുന്നതിനായി സജ്ജീകരിക്കുന്നതാണ്. എന്നാൽ അവിടെ നിർമ്മിക്കുന്ന വീടുകൾ, അതുപോലെ തന്നെ വീടിന്റെ ഘടന, ഇതൊന്നും ദുരന്തബാധിതർക്ക് താല്പര്യമുള്ള രീതിയിലല്ല ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുമുണ്ട്. ഇതെല്ലാം പരിഗണിക്കപ്പെടാത്തതിൽ അവരുടെ അതൃപ്തി ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ നമ്മൾ കേൾക്കുകയല്ലേ രഞ്ജിത്ത്? സുജിയ, ഒരു 8 മാസം മുമ്പ് നമ്മളെല്ലാവരും വിറങ്ങലിച്ചു പോയ ഒരു പുലർച്ചയുണ്ടായിരുന്നു. ആ പുലർച്ചയിൽ ഞാനും സുജയും ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് വന്നപ്പോൾ നമുക്കൊപ്പം നമ്മൾ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന, ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപറ്റം ദുരന്തബാധിതരുണ്ട്. അവർ ഈ 8 മാസത്തിനിപ്പുറം ആ ആശങ്കയിലും അന്നത്തെ ആ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഈ 8 മാസത്തിനിപ്പുറം ആർക്കൊക്കെ വീട് കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ വീട് കൊടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ ഹാളിൽ. ഇപ്പോഴും ദുരന്തബാധിതരുടെ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റിങ്ങിൽ വന്ന് അവരുടെ ഇപ്പോഴും രാപ്പകൽ ഇവിടെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ സിറ്റിംഗ് നടന്നു. അപ്പോൾ അവരിവിടെ വന്നു, ഇവരെ അപേക്ഷ കൊടുക്കുന്നു. ഈ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് വീട് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. 8 മാസത്തിനിപ്പുറമാണ് അർഹരെ കണ്ടെത്താനുള്ള ഒരു പട്ടിക പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നമുക്കിവിടെയുള്ള ആളുകൾക്കൊക്കെ പരാതിയുള്ളവരാണ്. നമുക്ക് ആദ്യം ഈ കുടുംബത്തിൻ്റെ, ഈ ചേച്ചിയുടെ അമ്മയും ആ വീടും നഷ്ടപ്പെട്ടതാണ് അല്ലേ? ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. ആ വീട്ടിൽ താമസിച്ചിരുന്ന അമ്മ മാത്രമാണ്. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ചേച്ചി കോഴിക്കോടാണ് താമസിക്കുന്നത്, ഞങ്ങൾ അമ്പലയിലാണ്. പിന്നെ അനിയത്തി മേപ്പാടിയാണ് താമസിക്കുന്നത്. ഈ ചേച്ചിയുടെ വീട്, ചുരുക്കി പറഞ്ഞാൽ ഈ ചേച്ചിയുടെ വീടും ഈ ചേച്ചിയുടെ അമ്മയും നഷ്ടപ്പെട്ടതാണ്. അമ്മ ദുരന്തത്തിൽ പോയി. പക്ഷേ ഈ വീട്ടിൽ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നുള്ളതുകൊണ്ട് ആ ദുരന്തബാധിതർക്ക് ആ നഷ്ടപ്പെട്ട അമ്മ നഷ്ടപ്പെട്ടതിൻ്റെയും അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതിൻ്റെയും ഒരു നഷ്ടപരിഹാരത്തിനും അർഹതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇവരെ കല്യാണം കഴിച്ചു വിട്ടു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അതിനൊരു ന്യായമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വീടില്ല എന്നാണ് പറയുന്നത്. അപ്പം ചേച്ചിക്ക് ഒരു വീടില്ല. ഞങ്ങൾക്ക് 2 സെൻറ്റ് വീടുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു ഇതൊന്നുമില്ല, സമ്പാദ്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളുടെ സമ്പാദ്യമായിരുന്നു അമ്മ താമസിച്ചു. ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു മാസമായിട്ടുള്ളൂ ഞങ്ങൾ വീട് വെച്ച് കൂടിയിട്ട്, പുതിയ വീട് വെച്ചിട്ട്. ഞങ്ങൾ വിറ്റ് പെറുക്കിയിട്ടാണ് അമ്മേൻ്റെ വീട്, ഞങ്ങൾ വീട് കൂടിയിട്ട് ഒരു മാസം തികഞ്ഞിട്ടുള്ളൂ. 30 മാസം തികയുന്നതിന് മുമ്പ് ആ വീട് കൂടിയത് 31-നാണ് ഞങ്ങൾ അമ്മ പോയതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കെട്ടിച്ചു വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വീടില്ല എന്നാ പറയുന്നത്. അതെന്താന്ന് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഈ അമ്മ നഷ്ടപ്പെട്ടതും ആ സ്വത്ത് നഷ്ടപ്പെട്ടതും ആർക്കാണ്? അതിൻ്റെ അവകാശികൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് പടവെട്ടിക്കുന്ന് ഭാഗത്തുള്ളവരാണല്ലേ? നിങ്ങൾ സ്കൂൾ റോഡ് പടവെട്ടിക്കുന്ന് ഏരിയയിൽ ലിസ്റ്റിലേ വന്നിട്ടില്ല? ഇല്ല, നമ്മളിപ്പോൾ 3 ലിസ്റ്റ് വന്നു, 3 ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം? ഉൾപ്പെടുത്താത്ത കാരണം അവർ പറയുന്നത് മത്തായി സാറ് അടിച്ച കുറ്റിക്ക് പുറത്താണ് നമ്മളുള്ളത് എന്നാണ്.
അവിടെ നമുക്ക് കുറ്റിയോ അളവോ ഒന്നും നോക്കരുത്. ഞങ്ങൾ ഒരു 10-27 കുടുംബം അവിടെ താമസിക്കുന്നു. താമസിക്കാൻ പറ്റുന്ന കോലത്തിലാണോ പ്രദേശപ്പോൾ ഉള്ളത്? അല്ല, അവിടെ 100% വാസൗട്ടായ സ്ഥലമാണ്. നമുക്ക് 1.5 കിലോമീറ്ററോളം വഴി മൊത്തം പോയതാണ്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞ് വഴി റെഡിയാക്കി തരാൻ നമുക്ക് വഴി വേണ്ട. അവിടെ നമുക്ക് 2018-ലും 19-ലും 20-ലും ഒക്കെ നമ്മൾ അവിടുന്ന് രാത്രി മാറി താമസിച്ച ആളുകളാണ്. ഇനിയും ദുരന്തം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പുമില്ല. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ പഠനത്തിൽ പോലും അവിടെ ഇനിയും ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതെ, സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അന്നത്തെ രാത്രി അനുഭവിച്ച ആളുകളാണ്. ചെറിയ മക്കളുണ്ട്, പിന്നെ പ്രായമായവരുണ്ട്. നമ്മളെല്ലാം അന്ന് രാത്രി അവിടുന്ന് എണീറ്റ് ഓടിയ അനുഭവം ഒന്നും നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. നിങ്ങൾ ചേട്ടനോട് പടവെട്ടിക്കുന്നായിരുന്നു. നിൽക്കുന്ന എല്ലാവരും ഞാൻ മുണ്ടക്കൈ റാട്ടപ്പാടിയിലാണ് താമസിക്കുന്നത്. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്. ശരിക്കും അവിടെ വീട് പോയിട്ടുണ്ടായിരുന്നു. വീടല്ല, ഞാൻ വാടകയ്ക്ക് പാടികളിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അന്ന് പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാടികൾ താമസിക്കുന്ന എല്ലാവർക്കും വീട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് കളക്ടറേറ്റ് ആഴ്ചക്ക് 4 ദിവസം കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ ഒന്നാമത് നിങ്ങൾ അവിടെ നിന്ന് മാറ്റിയിരുന്നല്ലോ, ആ സമയത്ത് എല്ലാവരും മാറ്റിയപ്പോൾ നിങ്ങളും വാടക വീട്ടിലേക്ക് മാറ്റിയോ? വാടക വീട്ടിലോട്ട് മാറ്റിയപ്പോൾ മുട്ടിലാണ് ഇപ്പോൾ താമസമുള്ളത്. പക്ഷെ അന്ന് എന്തായാലും വീട് ഈ കിട്ടുന്നുണ്ടോ? വാടക കിട്ടുന്നുണ്ട്. വാടക കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പിന്നെ വീടില്ല. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇനി വാടക വീട്ടിൽ താമസിക്കാനാണ് സർക്കാർ. അങ്ങനെയുള്ള അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാരണം പാടിക്കാട് പരിഗണിക്കുന്നില്ല. അങ്ങനെയൊക്കെ അവസ്ഥയിലാണ്. ഒന്നാമത് പണി ഇപ്പോൾ തീരെയില്ല. അവിടുന്ന് വന്നതിന് ശേഷം പണി കുറവാണ്. പിന്നെ ഈ ആഴ്ചക്ക് 4 ദിവസം ഇവിടെ പിന്നെ കളക്ട്രേറ്റ് വഴി ഇറങ്ങി അങ്ങനെയുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ പിന്നെ മാസം ഒരു 300 രൂപ വേതനം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി. അതിപ്പോൾ നിലച്ച അവസ്ഥയാണ്. ആകെ 3 മാസമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇനി 9 മാസത്തെ ബാക്കിയുള്ള മാസങ്ങളിലുള്ള പെൻഡിങ്ങുമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്രാമത്തെ സിറ്റിങ്ങിലാണ് വരുന്നത്? ഇതിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു 4-5 എൻ്റെ ഓർമ്മയിൽ സിറ്റിങ്ങിലൊന്നും നിങ്ങളെ പരിഗണിച്ചില്ല. അതെന്താണെന്ന് വെച്ചാൽ ഓരോ കരട് പട്ടിക വരുമ്പോൾ ഞങ്ങളോട് അപേക്ഷ കൊടുക്കാൻ പറയും. നമ്മൾ ലിസ്റ്റിൽ പേരുണ്ടാവില്ല, അപേക്ഷ കൊടുക്കാൻ പറയും. അപേക്ഷ കൊടുത്തിട്ട് ഇതേപോലെ ഹിയറിങ്ങിന് വിളിക്കും. അത് എന്തിനാന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓരോ തവണ അപേക്ഷ ഇത് ഞങ്ങൾ പൈസ വണ്ടിക്കൂലി വരെ അല്ലാത്തതിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത്. വാടക വീട്ടിലാണോ? അല്ല, വാടക വീട്ടിലാണ്. ഞാൻ മുട്ടിൽ പരിഹാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ പിന്നെ രാത്രി അവിടെ നിന്ന് പോയതാണ്. കിട്ടുന്നുണ്ടോ? വാടക കിട്ടുന്നുണ്ട്. വാടക വരെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വരെ കിട്ടുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. 300 രൂപ കിട്ടുന്നു. 300 രൂപ കിട്ടും. അതോടെ കിട്ടിയ 2 മാസത്തോടെ 3 മാസം കിട്ടിയിരുന്നു. അതോടെ പിന്നെ കിട്ടിയില്ല. ഓരോ ലിസ്റ്റ് വരുമ്പോൾ ഞങ്ങളെ പിന്നെ അപേക്ഷ കൊടുക്കാൻ പറയും. ഞങ്ങൾ ഇവിടെ മന്ത്രി വന്നപ്പോൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് മന്ത്രി വന്നിട്ട് പരിഗണിക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഭാഗത്ത് പരിഗണിക്കുന്നുണ്ട്, പരിശോധിച്ചിട്ട് പരിഗണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമാണെന്നുണ്ടെങ്കിൽ 50 മീറ്റർ പരിധിയാണ്. അതിലെന്തായാലും നമ്മൾ പെടാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഉരുള് പൊട്ടി ഒലിച്ച് വഴിയില്ല. വഴി കംപ്ലീറ്റ് പൂർണ്ണമായി പോയിട്ടുണ്ട്. 100% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ മലമുകളിൽ ഒറ്റപ്പെട്ട നമ്മൾ 27 കുടുംബമുണ്ട്. അപ്പോൾ ആ കുടുംബത്തെ എന്തായാലും പുനരധിവസിച്ചേ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇനി അവിടെ ഒരു വാസയോഗ്യ സ്ഥലമല്ല. പിന്നെ ഏത് ഭാഗത്ത്? പടവെട്ടിക്കുന്ന് 2010 മുതലുള്ള റിപ്പോർട്ടുണ്ട്. പുഞ്ചിരിമട്ടം, പിന്നെ പടവെട്ടിക്കുന്ന്, കുറിച്ചേമല അങ്ങനത്തെ ഏരിയകൾ ദുരന്ത ഭീഷണി നേരിടുന്ന പ്രദേശമാണെന്നുള്ള മാറ്റി പാർപ്പിക്കുന്ന റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ അവിടെ ആളുകൾ താമസിപ്പിക്കണം എന്നുള്ള ചേതവികാരം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഉമ്മ എവിടെ? ഞങ്ങളെ വീടൊക്കെ പോയതാണ്. താമസം സ്കൂൾ റോഡ്. പടവെട്ടിക്കുന്നല്ല, സ്കൂൾ റോഡ്. വീട് പോയിട്ട് ഞങ്ങൾ നമ്പർ ഇതൊന്നും വന്നിട്ടില്ല. ലിസ്റ്റിൽ പേര് ഫസ്റ്റിൽ വന്ന് പിന്നെ വന്നിട്ടില്ല. രണ്ടാമത്തേലും ഇല്ല. പട്ടികയിൽ പേര് വന്നിരുന്നു. ഇപ്പൊ രണ്ടാമത്തേലും ഇല്ല, മൂന്നാമത്തേലും ഇല്ല. മരിച്ചു പോയതാ. ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കുടുംബസമേതം ഉണ്ടായിരുന്നു. ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തവരാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമുണ്ട് പരാതികൾ സുജിയ. കാരണം നമുക്ക് ഈ ലൈവത്തോടിലൂടെ ഈ പരാതികളെല്ലാം നമുക്ക് അത് അധികൃതരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കണം. വി എസ് രഞ്ജിത്ത്, നഷ്ടപരിഹാര തുക 15 ലക്ഷം പോരാ. ടൗൺഷിപ്പിലെ തങ്ങളുടെ ആവലാതികൾ കൂടി കേട്ടുകൊണ്ട് വേണം അതിന്റെ രൂപരേഖയടക്കം പുനർനിർണ്ണയിക്കാൻ എന്ന ആവശ്യവും അവർ ഉന്നയിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം തുടരുകയാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കൊപ്പം.